കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. 2 മണിക്കൂറിന് ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ബിന്ദുവിനെ പുറത്തെടുത്തത്. 14-ാം വാർഡ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. സംഭവം ജില്ലാ കളക്ടർ അന്വേഷിക്കും. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, അല്പസമയം മുമ്പാണ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും മാധ്യമങ്ങളെ കണ്ടത്. വീഴ്ച സമ്മതിക്കാൻ തയ്യാറായില്ല. നേരത്തെ ഈ മന്ത്രിമാർ പറഞ്ഞ നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇത്ര വലിയ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. ഒരാളും അതിനകത്ത് കുടുങ്ങിക്കിടപ്പില്ല എന്ന് മന്ത്രിമാർ പറയുകയാണ്. അതോടെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായി. പക്ഷേ അപ്പോഴും 2.5 മണിക്കൂറോളം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദു ജീവന് വേണ്ടി പോരാടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് മന്ത്രിമാർ പറയുന്നത് ഈ ഘട്ടത്തിൽ? സംഭവിച്ച വീഴ്ച അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആവർത്തിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വാർഡിലെ കുത്തിരിപ്പുകാരും രോഗികളുമെല്ലാം പറയുന്നതും തമ്മിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അതായത് ഈ വീഴ്ച സംഭവിക്കാൻ അല്ലെങ്കിൽ ഈ ആശുപത്രി തകർന്നുവീണ ആശുപത്രി കെട്ടിടത്തിന്റെ ടോയ്ലറ്റ് ഭാഗം അത് പഴക്കം ചെന്ന ടോയ്ലറ്റ് ഭാഗം ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഈ രോഗികളുടെയും കൂട്ടിരിപ്പുകളുടെയും വാദത്തെ തള്ളുകയാണ് മന്ത്രി ചെയ്യുന്നത്. ഇത് അടച്ച ബ്ലോക്ക് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് അടച്ചിരുന്നില്ല എന്നും അത് ഇന്ന് രാവിലെ അടക്കം ഇത്തരത്തിൽ ആളുകൾക്ക് ശുചിയാകാൻ വേണ്ടി ആ ബാത്റൂം ബ്ലോക്കെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഈ കെട്ടിടം ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് പരിശോധിക്കും. വീഴ്ച ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറും ഇത്തരത്തിൽ പ്രതികരണം നടത്തുകയുണ്ടായി. നിർബന്ധിത ഡിസ്ചാർജ് അവിടെ ഉണ്ടാകുന്നവരുടെ നിർബന്ധമായി ഡിസ്ചാർജ് ആവശ്യപ്പെട്ടിട്ടില്ല. ആരെങ്കിലും ഡിസ്ചാർജ് ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. 6 വാർഡുകളിലായുള്ള 360 ബെഡുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും ഇപ്പോൾ മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയിരിക്കുന്നു. 2012 മുതൽ ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. 2016-ൽ ഈ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാര്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാൽ 2012 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നില്ല എന്ന് വിമർശിക്കുന്ന ഒരു രീതിയിലേക്കാണ് അത് VN വാസവൻ നടത്തിയത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മന്ത്രിമാർ സ്ഥലത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ JCB-കൾ ഈ അവശിഷ്ടങ്ങൾ മാറ്റി വലിയ ദീർഘമായിട്ടുള്ള ബീമുകളും കെട്ടിടത്തിന്റെ വലിയ കല്ലുകളും എല്ലാം തന്നെ മാറ്റി രക്ഷാപ്രവർത്തനം നടത്തേണ്ട. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീ തിരുവഞ്ചൂർ, വലിയ അനാസ്ഥയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു മരണം ഉണ്ടായിരിക്കുന്നു. ഈ മരണം ഒരുപക്ഷെ നമുക്ക് ഒഴിവാക്കാമായിരുന്നതാണ്. ഈ സിസ്റ്റത്തിന്റെ തകരാർ വളരെ കൃത്യമായി പ്രകടമാകുന്ന മണിക്കൂറുകളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കടന്നുപോയത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഈ ദുരന്തം നടന്ന മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് പരസ്യമായി പറയുകയും അവിടെ നടത്താൻ സാധ്യതയുണ്ടായിരുന്ന തെരച്ചിൽ പോലും 1.5 മണിക്കൂർ നിർത്തിവെക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും തെറ്റായ കാര്യമാണ്, ഹൃദയവേദന ഉണ്ടാക്കുന്നത്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ് ഇതിന് ഈ പ്രഖ്യാപനം നടത്തിയത്. സത്യം പറഞ്ഞാൽ അവർക്ക് ഇനി മന്ത്രിയായി തുടരാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? ആരോഗ്യവകുപ്പ് മന്ത്രി അവർ ജനങ്ങളോട് തുറന്നു പറഞ്ഞത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരാൾ പോലും മണ്ണിന്റെ അടിയിലില്ല എന്നാണ്. ആ സമയത്തും ഒരു പാവ സ്ത്രീ ആ മണ്ണിന്റെ അടിയിൽ ശ്വാസം മുട്ടിക്കിടക്കുകയായിരുന്നു. തെരച്ചിൽ പോലും 1.5 മണിക്കൂർ ലേറ്റാക്കി കളഞ്ഞു. ആ മരണത്തിന്റെ ഉത്തരവാദി ആരാണ്? ആ ഉത്തരവാദിത്തം മന്ത്രിയല്ലാതെ മറ്റാരാണ് ഏറ്റെടുക്കേണ്ടത്? അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനം നടത്തി ഈ ആരോഗ്യരംഗത്തെ അലങ്കോലപ്പെടുത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി അവർ ജനങ്ങളുടെ മുമ്പിൽ ഇന്നിപ്പോൾ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ കഴിയില്ല. വളരെ തെറ്റായ പ്രവർത്തനമായിപ്പോയി. രക്ഷാപ്രവർത്തനം പോലും
സ്വാഭാവികമായി ചെയ്യേണ്ടതാണ്. അത്രയും ആളുകൾ അവിടെ കൂടിയിരുന്ന സമയത്ത് ആ രക്ഷാപ്രവർത്തനം പ്രോപ്പർ ടൈമിൽ ചെയ്തിരുന്നു എങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. ശ്രീ തിരുവഞ്ചൂർ, അല്പസമയം മുമ്പ് മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അവർ പറയുന്നത് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറല്ല എന്നതാണ് ഈ അവസാന നിമിഷവും വരുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും എത്ര വലിയ അനാസ്ഥയാണ് ഉണ്ടായത്. ഒരു വലിയ ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ ആ ഒരു റിയാക്ഷൻ തന്നെയാണ്. രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനം വീണ ജോർജിൽ നിന്നും ഉണ്ടായി എന്നല്ലേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത്? രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഒരു മരണത്തിന് അവര് സാക്ഷിയായി നിൽക്കേണ്ടി വരികയല്ലേ ചെയ്തത്. മരണത്തിന്റെ വ്യാപാരി എന്ന് പറയുന്നത് പോലെ വളരെ തെറ്റായ ഒരു പ്രവർത്തനത്തിലല്ലേ അവർ വന്ന് നിന്നത്. ഒരു കാരണവശാലും മന്ത്രി അങ്ങനെ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്താമായിരുന്നോ? എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറയാമായിരുന്നോ? കള്ളം പറഞ്ഞ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു ആവശ്യമല്ലേ? അതാണ് ഇവിടെ വന്നത്. ശ്രീ തിരുവഞ്ചൂർ, അങ്ങേക്ക് വളരെ കൃത്യമായി കോട്ടയം ഈ ആശുപത്രിയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ധാരണയുള്ള ജനപ്രതിനിധിയാണ്. അവിടെ ഈ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നാണ് മന്ത്രി വി എൻ വാസവനും വീണ ജോർജും പറയുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായ നിലപാട് സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു ഭാഗം ഉപയോഗിക്കുന്നുണ്ട്, ശുചിമുറി അടക്കം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് രോഗികൾ നൽകുന്ന വിവരം. ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു. അപ്പോൾ കൊടിയ അനാസ്ഥ അന്ന് മുതൽ നിലനിൽക്കുകയാണ്. ഈ വലിയ ഒരു അപകടത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ ഈ സർക്കാർ, ആരോഗ്യവകുപ്പ് എന്ന സംശയം പോലും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. യഥാർത്ഥത്തില് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഗവൺമെന്റ് അറിയാവുന്നതാണ്. ആ കെട്ടിടം ദുർബലമാണ് എന്ന് അവർ തന്നെ പറയുന്നു. ആ കെട്ടിടത്തിൽ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. പ്രവേശിപ്പിക്കാത്ത എങ്ങനെ ആളുകളെ കിടത്തി ചികിത്സിച്ചത്? അതിന്റെ ഭിത്തി ഇടിഞ്ഞാണ് താഴോട്ട് വീണത്. അവിടെയാണ് ഈ ദുരന്തമുണ്ടായത്. അവര് ഈ ഒരു കാര്യം പറഞ്ഞ് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത കള്ളം പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യവകുപ്പ് മന്ത്രി സത്യത്തിൽ കള്ളം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെയും ചെറിയൊരു വിമർശനം വരുന്നുണ്ട്. UDFന്റെ കാലത്തും ഈ കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ഈ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ആശുപത്രി അധികൃതർ സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും സമീപിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ UDFും ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇത്? അല്ല, അവര് പറഞ്ഞ 2013 റിപ്പോർട്ടാണ്. അതിനുശേഷം 2025 12 കൊല്ലം മുമ്പോട്ട് വന്നിട്ടും ആ കെട്ടിടത്തിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? ഇവർ പറയുന്ന വീണ്ടും കള്ളത്തരമാണ് എന്നല്ലേ. 2013 റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, തർക്കത്തിന് വേണ്ടി അങ്ങനെ സമ്മതിക്കാം. പക്ഷെ 2025 വരെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഈ അവസാനം ഈ കെട്ടിടത്തിനകത്ത് ദുരന്തമുണ്ടായത് UDF ഉണ്ടാക്കിയ ദുരന്തമാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന വില കുറഞ്ഞ ഒരു പ്രചരണ പരിപാടിയല്ലേ അവർ നടത്തുന്നത്. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ ജനം TV-യോട് പ്രതികരിച്ചതിന്. മിഥുൻ അയ്യപ്പനിലേക്ക് കൂടി പോകുകയാണ്. മിഥുൻ, ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. 2013 റിപ്പോർട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതായത് അന്ന് തന്നെ ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ്, ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്, എന്നിട്ട് ഇപ്പോഴല്ലേ ഇടിഞ്ഞു വീണത് എന്നുള്ളൊരു പ്രതികരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ കാലാകാലം ഭരിക്കുന്ന ഈ മുന്നണികൾ ജനങ്ങളുടെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി ഈ സുരക്ഷ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ പോലും അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കോട്ടയത്ത് കാണുകയാണ്. മിഥുൻ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു, ഒരു വീട്ടമ്മ മരിച്ചിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരു കെട്ടിട മെഡിക്കൽ കോളേജ് പോലെ നിരവധി ജില്ലകളെ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് പോലത്തെയുള്ള ഒരു മെഡിക്കൽ കോളേജിലെ
ഒരു കെട്ടിടത്തിന്റെ 3 വാർഡുകൾ ഒഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരം ഒരു ദുരന്ത സമയത്ത് ഇപ്പോൾ പരസ്പരം പഴിചാരുകയാണ് മന്ത്രി വി എൻ വാസവനും വീണ ജോർജും അതുപോലെ തന്നെ മറ്റ് UDF നേതാക്കളും ചേരുന്നത്. ഇത് UDFന്റെ കാലത്ത് ഇതിന്റെ ബലക്ഷയമുണ്ടായിരുന്നു. അവർ യാതൊന്നും ചെയ്തില്ല. 2012 മുതൽ ഇത് ബലക്ഷയത്തിലാണ് എന്നുള്ളത് വന്നിരുന്നു. പക്ഷേ 2016 വരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. 2016 LDF സർക്കാരാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചത് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ വി എൻ വാസവൻ ഇപ്പോൾ മാധ്യമങ്ങളോട് നടത്തിയത്. അതായത് തങ്ങളല്ല ഈ കെട്ടിടത്തിന്റെ ബലക്ഷയത്തിനും ഈ തകർന്ന വീണതിനും കാരണമെന്ന് പറയാതെ പറയുക എന്നല്ല, പ്രത്യക്ഷമായി തന്നെ പറയുകയാണ് മന്ത്രി വി എൻ വാസവൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതേസമയം അങ്ങോട്ട് തകർന്നു വീണത് ആരുടെ കാലത്താണ് എന്ന ചോദ്യവുമായി UDFന്റെ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നു. ഇതിൽ അവിടെ ഇത്രയും കാലം ഇത് തകർന്നു വീഴാതെ അതിനകത്ത് ജീവൻ പിടിച്ച് അവിടെ അതിനകത്ത് കഴിഞ്ഞിരുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകളുടെയും സ്വന്തം ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രമാണ് അവർ ജീവനോടെ പുറത്തെടുത്തത് എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത്. കാരണം ഈ ഇരുമുന്നണികളും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു ഈ ദുരന്ത മുഖത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അവിടെ ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാനുള്ള ശ്രമം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ആ ബ്ലോക്ക് അടച്ചിട്ടിരുന്നതാണെന്ന് പറയുന്നു. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സൂപ്രണ്ടും അതേ കാര്യം തന്നെ പറയുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നു അത് കഴിഞ്ഞു. ഇന്ന് രാവിലെ വരെ അത് പ്രവർത്തിച്ചിരുന്ന ശുചിമുറിയാണ്. അവിടെ യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടായിരുന്നില്ല. അതിനകത്തേക്ക് പ്രവേശിക്കാൻ ശുചിമതികൾ ഉപയോഗിക്കാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. യാതൊരു സൂചന ബോർഡുകളും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ സൂചന ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. ആ കെട്ടിടത്തിന്റെ ഭാഗം ബന്ദോബസ്ത് ചെയ്തിരുന്നില്ല. അതെല്ലാം സാധാരണ മറ്റു കെട്ടിടത്തിന്റെ ഭാഗങ്ങളെ പോലെ തന്നെ തുറസായി കിടക്കുകയായിരുന്നു, പ്രവർത്തിക്കുകയായിരുന്നു. അതിനിടയിൽ വീണപ്പോൾ മിഥുൻ തുടരുക. ഇപ്പോൾ BJP നേതാവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാരായണൻ നമ്പൂതിരി, വളരെ ദാരുണമായ ഒരു അപകടമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഒരു കുറ്റകരമായ അനാസ്ഥ എന്നുള്ളതിനും അപ്പുറം ഒരു സത്യത്തിൽ മന്ത്രിമാരുടെ പേരിൽ തന്നെ ഈ കൊലക്കുറ്റത്തിനാണ് സത്യത്തിൽ കേസെടുക്കേണ്ടത്, സൂപ്രണ്ടിന്റെ അടക്കം. കാരണം ഈ സ്ത്രീ അവിടെ ഈ മരണമടഞ്ഞ സ്ത്രീ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് നിന്നൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വീമ്പ് പറയുന്ന തരത്തിലുള്ള പത്രസമ്മേളനം നടത്തി പത്രക്കാരെ കാണുകയും രക്ഷാപ്രവർത്തനത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്, അത് തികച്ചും ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് മന്ത്രിമാരുടെയും അധികാരികളുടെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നോക്കൂ, അവിടെ അവർ കെട്ടിടം ഉപയോഗിക്കുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഉപയോഗിക്കാത്ത കെട്ടിടമാണെങ്കിൽ അവിടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവണ്ടേ? അത് ബ്ലോക്ക് ചെയ്യണ്ടേ? അവിടെ ഇപ്പോഴും ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ അവിടെ 10ാം വാർഡിലടക്കമുള്ള വാർഡുകളിലെ സ്ത്രീകൾ അവിടുത്തെ ശുചിമുറി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. ഇന്ന് മരണമടഞ്ഞ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അവിടുത്തെ ശുചിമുറിയിൽ കുളിക്കാൻ പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായി ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയോ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയോ തകർച്ചയിലേക്ക് പോകുന്ന ഒരു കെട്ടിടത്തിനെ എങ്ങനെയാണ് ആളുകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്, ഇതിനൊക്കെ ചില ചട്ടങ്ങളും നടപടികളും ഒക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലം, എവിടെയും എപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ എത്രയോ ആളുകൾ മരണപ്പെടാവുന്ന സ്ഥലം, അത്തരമൊരു സ്ഥലത്ത് ഇത്ര നിസ്സംഗതയോടെ ഇത്ര എന്താ പറയേണ്ട ഒരുതരം നിസ്സംഗമായി അതിനെ കാണുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടല്ലോ. ഇത് ഈ ഗവൺമെന്റിന്റെ കേരളത്തിലെ ജനങ്ങളോടുള്ള സമീപനമാണ്. ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ മേഖലയിലോടുള്ള അവഗണനയാണ്, ആരോഗ്യ മേഖലയുടെ തകർച്ചയാണ്. കേരളം ഒന്നാമതാണ് എന്ന് പറയുന്നത് ഇത്രയേറെ നെഗ്ലിജൻസ് ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന ഒരു മന്ത്രി ഇതിനു മുമ്പുണ്ടായിട്ടില്ല. കൊടുക്കുന്ന മരുന്നുകൾ, കാലാവധി തീർന്ന മരുന്നുകൾ വാങ്ങിക്കുന്നു. കേന്ദ്രം കൊടുക്കുന്ന പണം അത് ലാപ്സാക്കുന്നു, ഉപയോഗിക്കുന്നില്ല. ഈ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ല. ഡോക്ടർമാർ ആവശ്യത്തിനില്ല. ആ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ആകെയുള്ള മെഡിക്കൽ സൗകര്യം, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന മെഡിക്കൽ ബെഡുകൾ ആ ബെഡുകൾ എത്രയാണോ ഉള്ളത് അതിന്റെ 3, 4, 5 ഇരട്ടി ആളുകളെയാണ് ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഡോക്ടർമാരുണ്ടാകണം, അതിനനുസരിച്ച് സംവിധാനങ്ങൾ ഉണ്ടാകണം. അതൊന്നും ഉണ്ടാക്കാൻ ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല. അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ വളരെ പഴയ കെട്ടിടം
ആ കെട്ടിടം ഒന്നുകിൽ പൊളിച്ചു നീക്കണ്ടേ, ഉപയോഗശൂന്യമാണെങ്കിൽ അത് പൊളിച്ചു നീക്കണ്ടേ. അത് പൊളിച്ചു നീക്കാതെ കെടുകാര്യസ്ഥതയും കുറ്റകരമായ അനാസ്ഥയും എല്ലാം കൂടി ചേർന്നാണ് ഇന്നൊരു പാവം ജീവൻ നഷ്ടപ്പെടാൻ മെഡിക്കൽ കോളേജിൽ ഇടവന്നത്. ഒരാളെ നഷ്ടപ്പെട്ടുള്ളൂ. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ഇതിൽ അവിടെ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് ഈ കെട്ടിടം അപകടാവസ്ഥയിലായിട്ട് ഏതാണ്ട് 10-12 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ UDF ഭരിക്കുന്ന സമയത്ത് UDFന്റെ കാലത്ത് ആണ് ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് വരുന്നത്. അപ്പോൾ ആ UDF ഗവൺമെന്റ് അത് അവഗണിച്ചു, പിന്നീട് വന്ന LDF സർക്കാരുകളും അവഗണിച്ചു. ഏറ്റവും അവസാനം 2025 ആയപ്പോൾ കെട്ടിടം പൂർണ്ണമായും നിലം പൊത്തുന്ന സാഹചര്യമുണ്ടായി. 2013 തന്നെ ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് ഇത്ര വലിയൊരു ദുരന്തം സർക്കാർ ക്ഷണിച്ചു വരുത്തുന്നത്. ശ്രീനാരായണൻ നമ്പൂതിരി, ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഒന്നാമതാണ് എന്ന് വീമ്പ് പറയുന്നതല്ലാതെ ആരോഗ്യ മേഖലയിൽ സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ പണം വിനിയോഗിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രണ്ട് മുന്നണികളും പരാജയപ്പെട്ടതാണ്. ഇത് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് അല്ലാതെ അടിസ്ഥാന വിഷയങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിൽ രണ്ട് മുന്നണികളും പരാജയമാണ്. അതാണ് കേരളത്തിന്റെ തകരാറ്. കേരളത്തിൽ സമസ്ത മേഖലയിലും പരാജയപ്പെടുന്നതുകൊണ്ടല്ലേ രണ്ട് മുന്നണിയും കേരളത്തിന്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ അതിനെ യഥാർത്ഥ പരിഹാരം കണ്ടെത്താൻ ഉള്ള പരിശ്രമം ഇന്നുവരെ നടത്തിയിട്ടില്ല. ഇരുട്ടുകൊണ്ട് അടയ്ക്കുകയാണ് രണ്ട് മുന്നണിയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് UDF ആയിരുന്നോ LDF ആയിരുന്നോ എന്നുള്ളതിനപ്പുറം കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന രണ്ട് രാഷ്ട്രീയ മുന്നണികൾക്കും ഇത്തരം ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത്തരം തകർച്ചയുടെ, ഇത്തരം ദുരന്തങ്ങൾ അവരുടെ എല്ലാം ഉണ്ടാകുന്നതാണ്, അവരുടെ കെടുകാര്യസ്ഥത കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് മനുഷ്യനിർമ്മിതമാണ്. 2018 വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ ഈ ദുരന്തവും മനുഷ്യനിർമ്മിതമാണ്. വളരെയധികം നന്ദി ശ്രീ നാരായണൻ നമ്പൂതിരി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മിഥുൻ അയ്യപ്പനിലേക്ക് കൂടി പോവുകയാണ്. മിഥുൻ, കടുത്ത പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടക്കുകയാണ്. നേരത്തെ BJP അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, അങ്ങനെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും കടുത്ത പ്രതിഷേധവുമായി അവിടെ രംഗത്ത് വരുന്ന സാഹചര്യം, അവിടെ പോലീസുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയാണ്. എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സ്ഥിതി? ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ സംഭവത്തിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ പ്രതിഷേധം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇപ്പോൾ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ്. പ്രവർത്തകരുടെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. അത്തരത്തിലുള്ള വിവിധ പ്രതിഷേധ സമരങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ KSRTC സ്റ്റാൻഡിന് സമീപം ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള സമയങ്ങളിലും പ്രതിഷേധം ശക്തമാണ് ശക്തമാകുമെന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മിഥുൻ, നമ്മുടെ ഒരു അന്വേഷണത്തിൽ എന്താണ് അവിടെ മനസ്സിലായത്? ഈ കെട്ടിടത്തിൽ ഏതെല്ലാം വിഭാഗങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്? നമ്മുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ നടത്തിയ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഓർത്തോ വിഭാഗത്തിന്റെ 10, 11, 14 വാർഡുകളാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. 3 നിലകളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ 3 നിലകളായി പ്രവർത്തിച്ചിരുന്ന ഇടത്ത് അതിന്റെ ബാത്റൂമിന്റെ ഭാഗമാണ് തകർന്നു വീണത്. അതൊരു നീളത്തിലുള്ള ഒരു കെട്ടിടത്തിന്റെ പുറകുവശത്തേക്ക് ബാത്റൂമിന്റെ ഭാഗമായി പുറകിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് തകർന്നു വീണത്. പക്ഷെ ഇത് ബലക്ഷയം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രിയും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും എല്ലാം തന്നെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം മുറികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്
കാരണം ആ ശുചിമുറിക്കകത്ത് നിന്ന് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. അതിനു മുമ്പ് ഈ അപകടമുണ്ടായതിന്റെ അപകടമുണ്ടായ ഉടനെ തന്നെ പുറത്തെടുത്ത വയനാട് സ്വദേശി 11 വയസ്സുകാരിയുടെ മൃതദേഹം ഇത്തരത്തിൽ ശുചിമുറിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പുറത്തെടുത്തത്. അത്തരത്തിൽ മന്ത്രിയും അതുപോലെ തന്നെ സൂപ്രണ്ടും എല്ലാം പറയുന്നത് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ അപ്രതീക്ഷിതമായി വന്ന ഒരു അപകടം, അതിന്റെ ഞെട്ടലിലാണ് ബിന്ദുവിന്റെ വീട്ടുകാർ എന്നറിയാം. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നീലിമ പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായി എത്തിയ ആ ഒരു ദുരന്ത വാർത്തയുടെ ഞെട്ടലിൽ തന്നെയാണ് കുടുംബമുള്ളത്. കാരണം മകൾക്ക് ഒപ്പം ചികിത്സാർത്ഥം ആശുപത്രിയിലേക്ക് പോയ ആ അമ്മ ഇങ്ങനെ ഒരു ചേതനയേറ്റ രീതിയിൽ തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരിക്കൽ പോലും അവരാരും കരുതിയതല്ല, കുടുംബം കരുതിയതല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ദാരുണമായ അപകടം ബിന്ദുവിൻ്റെ ജീവൻ എടുത്തത്. ഇവിടെ ബിന്ദുവിൻ്റെ അമ്മയാണ് ഉള്ളത്, ഒപ്പം തന്നെ 2 മക്കളാണ് ബിന്ദുവിന്. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. നവമി എന്നീ 2 മക്കളാണ്. നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത്. ഇതിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടാകുന്നതും അത് ജീവൻ എടുക്കുന്ന നിലയിലേക്ക് പോവുകയും എല്ലാം തന്നെ ചെയ്തത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അടുത്ത ബന്ധുക്കളും അയൽക്കാരും എല്ലാം തന്നെ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. മൃതദേഹം നാളെ ആയിരിക്കും ഈ വീട്ടിലെത്തിക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം നാളെ രാവിലെ ഇവിടെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കും. അതിനുശേഷം ഇവിടെ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക്, തലയോലപ്പറമ്പിലുള്ള വീട്ടിലേക്ക്, ഉമ്മാങ്കുന്നിലുള്ള വീട്ടിലേക്കാണ് മൃതദേഹം എത്തിക്കുക. സംസ്കാര സമയം, പൊതുദർശനം അടക്കമുള്ള ആ കാര്യങ്ങളിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ആലോചിച്ചിട്ടില്ല ആളുകൾ. കാരണം അവരെല്ലാവരും തന്നെ ഈ ഒരു സമയത്ത് പോലും ഞെട്ടലിൽ നിന്നും ആ കുടുംബം ഒട്ടുമോചിതരായിട്ടില്ല. അവർ ഇപ്പോഴൊക്കെ ആയിരിക്കും ആ വാർത്ത അറിഞ്ഞതുപോലും. കഴിഞ്ഞ 3 ആഴ്ചയായി ബിന്ദു മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. മകൾക്ക് കൂട്ടിരിക്കാനാണ് 3 ആഴ്ചയായി ബിന്ദു ആശുപത്രിയിൽ തുടരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ? ബന്ധുക്കൾ പറയുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ 3 ആഴ്ചയോളമായി ചികിത്സാർത്ഥമായി ബിന്ദു ആശുപത്രിയിൽ തന്നെയാണ് പോയി വരികയാണ് അവിടെ ചെയ്തിരുന്നത് എന്ന കാര്യമാണ്. ഈ ഒരു മകൾ അവിടെ രോഗബാധിതയായി അടക്കം ചികിത്സയിൽ കഴിയുന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. ഇനി അപകടം നടന്നു എന്ന് പറഞ്ഞപ്പോഴും ഈ ഒരു തൊട്ട അയൽവാസിയാണ് അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്നൊരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരുന്നില്ല. ഇക്കാര്യത്തിൽ ഒപ്പം തന്നെ മറ്റ് നാട്ടുകാരും എല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ഇവരെല്ലാവരും തന്നെ ഈ ഒരു സമയത്താണ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിയുന്നത്. അപകടത്തെക്കുറിച്ചും ഒക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അയൽവീടുകളിലുള്ള ആളുകളെല്ലാം തന്നെ അവർ ഈ സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ സംഭവം അറിഞ്ഞു വരുന്നുണ്ട്. അടുത്ത വീട്ടിലെ ആളാണോ ചേട്ടൻ? അടുത്ത വീട്ടിലെ ആളാണ്. എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്, അപകടം അറിയുന്നത്? ഞങ്ങളൊരു 10-10 ഞങ്ങൾ മാർക്കറ്റിൽ പോയിരുന്നപ്പോൾ അവിടെ വെച്ചാൽ അറിയണത്. അതുകൊണ്ട് വ്യക്തമായിട്ട് സമയമൊന്നും അറിയില്ല. ഈ ബിന്ദുവിനെ പറ്റുന്നത് അറിയുന്നത്. ഈ മകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന ചികിത്സയൊക്കെ നമുക്ക് ചികിത്സ അതറിയാം. അത് കൊച്ചിന് കംപ്ലൈൻ്റ് ആണ്, നടുവിനൊരു കംപ്ലൈൻറ്റ്. അത് ചെറുപ്പത്തിലൊന്ന് വീണതാണ്. അതിപ്പോഴാണ് അത് വന്നത്. അതിന് സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒന്ന് കൊണ്ട് അവിടെ ഓപ്പറേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പോൾ അതിനു വേണ്ടി അവർ അഡ്മിറ്റാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഓപ്പറേഷൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. 3 ആഴ്ചയോളം ആയില്ലേ ചികിത്സ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൊച്ച് മറ്റേ നഴ്സിങ്ങിനാണ്, ഫൈനൽ ഇയറാണ്. BSc നഴ്സാണ്. ബിന്ദുവാണെങ്കിലും പൊതുവെ ഇവിടെ ചുറ്റുവട്ടത്തെല്ലാം സജീവമാണ്. പിന്നെ ഇവിടെ കുടുംബശ്രീ സെക്രട്ടറിയാണ്. എല്ലാ കാര്യത്തിലും സജീവമാണ്.
അയൽക്കാരുടെ ജനങ്ങളുമായിട്ടൊക്കെ നല്ല സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്ന ആളാണ്. വളരെ നല്ലൊരു സ്ത്രീയാണ്. അങ്ങനെയാണ് സംഭവം. അതെ അതെ അതെ. പിന്നെ നമുക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. കാരണം ഇപ്പം ആകെ ഭയങ്കര ഒരു പ്രതിഷേധത്തിൻ്റെ അതിലാണ് ജനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു വിഷമമുണ്ട് അതിനകത്ത്. കാരണം എന്തായാലും ഇങ്ങനെ നമുക്ക് പാലൊഴുക്കുന്നു തേനൊഴുക്കുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനൊരു ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അവിടുത്തെ അധികാരികൾ അന്വേഷിക്കണം. തികച്ചും ഒരു അനാസ്ഥയാണ്. അത് ആരുടെ ആണെങ്കിലും, ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാരിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും വലിയൊരു അനാസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിന് ശോചനീയാവസ്ഥ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ പോലും ഈ കെട്ടിടമായിട്ട് ബന്ധപ്പെട്ട് സമരങ്ങൾ ചില സംഘടനകൾ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മുൻകൂട്ടി അത് അറിയാത്ത വിഷയമല്ല. അത് അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നിട്ട് പോലും അതൊരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് ഇവർക്ക് ആരും ശ്രമിക്കുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയാനല്ല, മറിച്ച് ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു അപകടങ്ങളൊക്കെ ഇങ്ങനെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എൻ്റെ പേര് കുട്ടപ്പൻ. നീലിമ, അദ്ദേഹം വളരെ കൃത്യമായി തന്നെയാണ് ഇപ്പോൾ ഈ ആതിര ശുശ്രൂഷ രംഗത്തുള്ള പ്രശ്നങ്ങളൊപ്പം തന്നെ ബിന്ദുവിനെയെല്ലാം ഓർത്തെടുക്കുകയും കൂടെ ചെയ്തത്. കാരണം ഈ ഒരു ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണേണ്ടതായിരുന്നു എന്ന കാര്യമാണ്. ആരെങ്കിലും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല താൻ ഇത് പറയുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ അത് തന്നെയാണ് പൊതുവായി ഒരു ആളുകളുടെ പ്രതികരണം എന്ന് പറയുകയും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇക്കാര്യത്തിൽ ഉള്ള ഒരു പ്രതികരണം തന്നെ നമുക്ക് വായിച്ചെടുക്കാനാകും എത്ര വലിയ ദുരന്തമാണ് ആ കുടുംബത്തെ തേടി ചെന്നിട്ടുള്ളത് എന്നത്. 3 ആഴ്ചയായി BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളുടെ ചികിത്സയ്ക്കാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്നത്. സർജറി നിശ്ചയിച്ചിട്ടുണ്ട്, സർജറി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വലിയ അപകടം ഉണ്ടായതും ആ കുടുംബത്തിൻ്റെ നെടുന്തൂണിന് എന്ന് പറയാവുന്ന അമ്മയെ തന്നെ മരണം കവർന്നെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായത്. അങ്ങനെ ഒരു വലിയ ഉദ്യോഗസ്ഥ അനാസ്ഥയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ തകരാറ്, സിസ്റ്റം ഫെയിലിയർ മൂലം ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ചേതനയേറ്റ് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത്. വലിയ എത്രയൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ കക്ഷികളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും വളരെ കൃത്യമായി ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ജിജീഷ്, തീർച്ചയായും നീലിമ, അതുതന്നെയാണ് പൊതുവായി ആളുകൾ എല്ലാവരും തന്നെ പറയുകയും ചെയ്തത്. ഈ ഒരു ഭാഗത്ത് നമ്മളെല്ലാം പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകളായിരിക്കും അല്ലേ? അവരായിട്ടൊക്കെ നല്ല ഒരുപാട് അടുപ്പമുള്ള പൊതുകാര്യങ്ങളിലെല്ലാം സജീവമായിരുന്നു എന്ന് പറയുന്നല്ലേ? എപ്പോഴാണ് നമ്മൾ ഈ ഒരു ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെട്ടത് അറിയുന്നത്? ഈ ഒരു അപകടം നടന്നത് ആദ്യം എല്ലാവരും അറിഞ്ഞു, പക്ഷെ അപ്പോൾ പോലെ ഒരു ജീവൻ അതിനകത്തുണ്ടായിരുന്നു എന്ന് നമ്മളാരും അറിഞ്ഞിരുന്നില്ല. നമ്മളിവിടെ 1 മണി 1:30 വാർത്ത വെക്കുമ്പോൾ നമ്മൾ കോട്ടയത്ത് ഒരാളെ അറിയുന്നത്, ബിന്ദു തലയവർപ്പ് നമ്മൾ സമയത്ത് അറിയുന്നത്. ഈ ആളാണ് നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ ആളാണ്, ഈ ബിന്ദുവാണെന്ന് അറിയുന്നത് സാധിച്ചത്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ കാണുന്നത്? ഇങ്ങനെ ഒരു കെട്ടിടം തകർന്നതാരണമായ ഭയങ്കര ദൗർഭാഗ്യകരമായിപ്പോയി. വളരെ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതിലോട്ട് നയിച്ചവർക്കെതിരെ ശക്തമായ നടപടി അധികാരികൾ സ്വീകരിക്കണം. ചേച്ചി, കെട്ടിടത്തിൻ്റെ ഒരു ശോചനീയാവസ്ഥ മുൻകൂട്ടി തന്നെ അറിയായിരുന്നു? ഇന്ന് രാവിലെയും സംഘടനകളൊക്കെ സമരത്തിലൊക്കെ ആയിരുന്നു. അത് മനസ്സിലാക്കണം. ചാണ്ടി MLA ഒക്കെ നല്ല ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം കോട്ടയം നടന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. നീലിമ, അദ്ദേഹം വ്യക്തമാക്കിയത് നേരത്തെ പറഞ്ഞതിന് ഒരു തുടർച്ച തന്നെയാണ്. കാരണം വലിയൊരു പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് സംഘടനകളിലൂടെ അത് പ്രതിഫലിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർ പ്രത്യക്ഷ സമരത്തിലേക്കെല്ലാം ഒരു ഭാഗത്ത് നീങ്ങുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവം, അപകടം. കാരണം ഈ കെട്ടിടം തകർന്നു വീണു എന്നറിഞ്ഞ ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ ഒരു ജീവനും നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ജീവനും പരിക്കേറ്റിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ വലിയ ആശ്വാസമായി കണ്ടിരുന്ന ആളുകളാണ് ഓരോരുത്തരും എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നറിയുമ്പോൾ പോലും അവിടെ ജീവൻ അപഹരിക്കാൻ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു നമ്മൾ തുടക്കത്തിൽ കരുതിയത്. എങ്കിൽ അതിനകത്തൊരു ജീവൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി അത് വെറുതെ കരുതിയതല്ല, അത് ആരും അപകടത്തിൽപ്പെട്ടില്ല എന്ന്
ആരും വെറുതെ കരുതിയതല്ല. ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് പറയുന്നത്. ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല, ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ ആരും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കുകയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളുകളടക്കം ചെയ്തത്. അങ്ങനെയാണ് 2.5 മണിക്കൂർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് ബിന്ദുവിന് ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥ ഉണ്ടായത്. ജിജീഷ്, നിലിമ, തീർച്ചയായും എല്ലാവരും തന്നെ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ പുറത്തറിഞ്ഞത് മന്ത്രി സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, ആ ഒരു നിലയിലേക്ക് ഒന്നും എത്തിയിട്ടില്ല എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തത്. എന്നാൽ പിന്നീടാണ് ഈ ഒരു അപകടത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ കെട്ടിടം തകർന്നെന്ന് അറിഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ ഒരിക്കലും? ഇല്ല. ഇവിടെ അതിന് ശേഷമാണ് ഇവിടെ തലയോലപ്പറമ്പിൽ ഈ ഉമ്മാവുന്നതിലുള്ള ബിന്ദുവാണ് ദുരന്തത്തിൽപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നിരുന്നു. ആ സമയത്ത് തന്നെ ഏതോ ഒരു അടുത്ത ബിന്ദുവിൻ്റെ അമ്മയെ വിവരം വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഒറ്റയ്ക്ക് ഇവിടെ കഴിയുകയായിരുന്നു. വയലൻ്റായപ്പോൾ ഞങ്ങൾ ഓടിയെത്തുക ചെയ്ത്. 1 മണിയോടുകൂടി ഞങ്ങൾ ഓടിയെത്തുക ചെയ്ത്. ഇവിടെ വന്നിട്ട് അവരെ ആശ്വസിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആളുകൾ ഒക്കെ വാർത്ത അറിഞ്ഞു. നാടിനെ ഞെടുക്കിയ ഒരു സംഭവം എന്ന രൂപത്തിൽ വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാര്യം എന്ന നിലയിൽ ആളുകൾ ഓടിക്കൂടുകയാണ് ചെയ്തത്. അവരുടെ വീട്ടിൽ ആരൊക്കെയാണ്? അവരിവിടെ ബിന്ദുവിൻ്റെ ഭർത്താവും 2 മക്കളും അമ്മയുമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിന്ദുവിൻ്റെ 2 മക്കളും നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളാണ്, മിടുക്കന്മാരാണ്. ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഒരു കുട്ടി BSc നഴ്സിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. BSc നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിയാണ് ഇപ്പോൾ ആശുപത്രി. അതെ, ആ കുട്ടിക്ക് ഒരു നടുവേദന അവിടെ ഒന്ന് വീണു. അതിൻ്റേതായ നടുവേദന പരിശോധനയിൽ ന്യൂറോ സംബന്ധിച്ച ചില പ്രശ്നങ്ങളുണ്ടെന്ന് കരുതി മെഡിക്കൽ കോളേജിൽ അതിൻ്റെ സർജറി നിശ്ചയിച്ച് അതിനുവേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. വീടിൻ്റെയൊക്കെ കുറച്ച് പണികളൊക്കെ ബാക്കി. അതെ, ഒരു വളരെ തൊഴിലാളികളും കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് ഒക്കെ ജീവിക്കുന്നവരാണ് ഈ വിശ്രുതൻ. പിന്നെ ബിന്ദു ആണെങ്കിലും അടുത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായി നിൽക്കുന്ന ജോലി ചെയ്ത് സമ്പാദിച്ച് അത്യാവശ്യം അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. മക്കളുടെ വിദ്യാഭ്യാസം മുഖ്യമായി കരുതി ഒരു ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. എന്തായാലും ഈ അപകടം ഒരു വലിയൊരു സംഭവം തന്നെയല്ലേ ഉണ്ടാക്കി, പ്രത്യേകിച്ച് കെട്ടിടം തകർന്ന് വീഴുന്നു എന്നൊക്കെ പറയുന്നത് ദാരുണമായ സംഭവമാണ്. അതേ സംബന്ധിച്ച് ഗവൺമെൻറ് സത്വരമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നീലിമ, ഞാൻ പറഞ്ഞതുപോലെ 2 കുട്ടികളുടെ പഠനം നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ജീവിതത്തിൽ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടി നടന്ന ഒരു വീട്ടമ്മ, തുണിക്കടയിൽ സെയിൽസ് ഗേളായും മറ്റുമെല്ലാം തന്നെ ജോലി ചെയ്തിരുന്ന ഒരു വീട്ടമ്മ, മക്കളെക്കുറിച്ച് ഏറെ പ്രതീക്ഷകൾ, അവരുടെ ഭാവിയെക്കുറിച്ചെല്ലാം തന്നെ ഏറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്ന ഒരു സാധാരണ കുടുംബം, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ദിവസവും പാടുപെടുന്ന ഒരു കുടുംബം, ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം, ആ മക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ നഷ്ടമായിരിക്കുന്നത്. കാരണം അവരെല്ലാവരും തന്നെ ആ അമ്മയുടെ വരുമാനം കൊണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതായിരുന്നു. പഠനാവശ്യങ്ങളടക്കം കാര്യങ്ങളായിരുന്നു, വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുണ്ടായിരുന്നത്. ഇപ്പോഴും നമുക്കറിയാം ആ പണി പൂർത്തിയാകാൻ ഇനിയുമുള്ള വീടടക്കമുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് പൊതുപ്രവർത്തനത്തിലടക്കം സജീവമായി തന്നെ മുന്നോട്ട് പോകാൻ അവർ താല്പര്യം കാണിച്ചത്. എങ്ങനെയാണോ ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നത് അതുപോലെ തന്നെ പൊതു പ്രശ്നങ്ങളിൽ കൂടി സജീവമായി ഇടപെടുന്ന ഒരു ധീരയായ വനിതയാണ് ആ ഘട്ടത്തിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തത്. അവിടെയാണ് ജീവൻ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇപ്പോഴും ആളുകളെല്ലാം അയൽ വീടുകളിൽ നിന്നെല്ലാം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം.